എന്താണ് ഛത്തീസ്ഗഡിൽ സംഭവിച്ചതെന്ന് വേഗത്തിൽ ഒന്ന് നോക്കാം. 2 മലയാളി കന്യാസ്ത്രീകളാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. ഛത്തീസ്ഗഡിൽ മാത്രമല്ല കേരളത്തിൽ വരെ ഇക്കാര്യത്തിൽ പ്രതിഷേധം നടക്കുന്നു. മനുഷ്യക്കടത്ത്, മതപരിവർത്തനം, ഈ 2 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ അറസ്റ്റ് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ അവരെ മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നു അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നതാണ്. സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, ഒപ്പം തന്നെ സിസ്റ്റർ പ്രീതി മേരി, ഇവർ 2 പേരുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബത്തിന്റെ പ്രതികരണമാണ് നേരത്തെ നമ്മൾ കേട്ടത്. വെള്ളിയാഴ്ചയായിരുന്നു ഛത്തീസ്ഗഡിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ വളഞ്ഞ് ബഹളമുണ്ടാക്കിയതിന് പിന്നാലെയാണ് പോലീസ് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസ് കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നാണ് സഭാ നേതൃത്വം കൃത്യമായി പറയുന്നത്. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഇത് കെട്ടിച്ചമച്ചതാണ്, തെറ്റായ ആരോപണമാണ് എന്നതാണ്. മതപരിവർത്തന കുറ്റം ചുമത്താൻ ശ്രമമുണ്ട് എന്ന് സഭാവൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുട്ടികൾ ഇവർക്കൊപ്പം യാത്ര ചെയ്തത് അത് അവരുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ്, സമ്മതത്തോടു കൂടി എന്നതാണ് നേരത്തെ ഈ സിസ്റ്ററിൻ്റെ കുടുംബങ്ങളും നമ്മളോട് പ്രതികരിച്ചത്. ഒപ്പം തന്നെ സഭയും ഔദ്യോഗികമായി അറിയിക്കുന്നത് ഈ കാര്യമാണ്.